സാധാരണ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പദമാണ് മാനേജ്മെന്റ്. മതി നോട്ടുന്നുണ്ട്. സാധാരണ കേൾക്കുന്ന ഒരു പദമാണ്. വിദ്യാലയവും ഒരു ഭരണം നടത്തേണ്ട മാനേജ്മെന്റ് നടത്തേണ്ട സ്ഥാപനം തന്നെയാണ്. അതിൽ മാനേജ്മെന്റിന്റെ ാണ് ആദ്യമായി പറയുന്നത്. ആദ്യം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് ഒരു നിശ്ചിതമായ പ്രക്രിയയിലൂടെ മുൻകൂട്ടി നിശ്ചയിച്ച ഉദ്ദേശങ്ങൾ അതിന്റെ പ്രവർത്തിക്കുന്നതിനാണെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ ഒരു നിശ്ചിതമായ പ്രോസസ്സിലൂടെ നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മാനേജ്മെന്റ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ 10ഓളം കാര്യങ്ങൾ നടക്കണം. മാനേജ്മെന്റിൽ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാണ് ആസൂത്രണം, പ്ലാനിങ്. ഇത് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പ്ലാനിങ്. അതായത് ഏത് നേട്ടങ്ങളാണ് കൈവരിക്കേണ്ടത്, അതെങ്ങനെ കൈവരിക്കും, എന്തിനു വേണ്ടി, ആര്, എവിടെ, ഇങ്ങനെയുള്ളതെല്ലാം ഈ പ്ലാനിങ് വരണം. ഇങ്ങനെയാണ് മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്ലാനിങ്. എന്ത് നേട്ടങ്ങളാണ് കൈവരിക്കേണ്ടത്, അതിന് ഏത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്, ആര്, എവിടെ, എപ്പോൾ, എങ്ങനെയാണ് ഈ നടപടികൾ നിർവഹിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ മുൻകൂട്ടി നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ്. ഭാവിയിൽ നേരിടാവുന്ന സാധ്യതകളും പ്രശ്നങ്ങളും മുൻകൂട്ടി കാണാനും ആസൂത്രണം ആവശ്യമാണ്. മാനേജ്മെന്റ് ഒരു സ്റ്റെപ്പിലാണ് പ്ലാനിങ്. രണ്ടാമതാണ് ഓർഗനൈസിംഗ്. മാനേജ്മെന്റ് ആവശ്യമുള്ളത് ഒരു ഗ്രൂപ്പിലോ ഒരു സംഘടനയിലോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുമായി പ്രവർത്തനത്തിലാണ് ഈ മാനേജ്മെന്റ് ഭരണം വേണ്ടത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ ഇവരെ എല്ലാം ഒരു ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ളത്. അപ്പൊ ഇതിന്റെ ഏറ്റവും മാനേജ്മെന്റിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് സംഘടന അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ അധീനതയിലുള്ള വ്യക്തികളെയും പ്രവർത്തനത്തെയും ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. സ്കൂളാകുമ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് ആകാം, വിദ്യാർത്ഥികളാകും, ഇതെല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ഓർഗനൈസ് പ്രക്രിയയിൽ വേണ്ടത്. ഏറ്റവും യുക്തിസഹമായ രീതിയിൽ വ്യക്തികളെയും പ്രവർത്തനങ്ങളെയും ക്രമീകരിച്ച് പ്രവർത്തനങ്ങൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഏറ്റവും മെച്ചമായ ഫലപ്രാപ്തി ഉറപ്പുവരുത്താനാണ് ഈ ഓർഗനൈസിംഗ് നടത്തുന്നത്. ഓക്കെ അല്ലേ? അല്ലെ? മൂന്നാമതാണ് കൺട്രോൾ, നിയന്ത്രണം. അത് നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടികളുടെ പുരോഗതിയും പരിശോധനയും അവ നടപ്പിലാക്കുന്നതിനുള്ള സംഭവിച്ചേക്കാവുന്ന തടസ്സങ്ങൾ അതിന്റെ പരിഹാരങ്ങളാണ് ഈ കൺട്രോളിംഗ് വരുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടികൾ ഉണ്ടാകാം, സ്കൂളായാലും എവിടെയായാലും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയാൽ അതിനുശേഷം പരിശോധന ചെയ്യുകയോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുമ്പോഴുള്ള പ്രശ്നങ്ങളോ പരിഹരിക്കാനും ഇതെല്ലാം ചെയ്യേണ്ടതാണ് ഈ കൺട്രോളിംഗ് എന്നുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് വേണം. നാലാമത് ഡിസിഷൻ മേക്കിംഗ് ആണ്, തീരുമാനമെടുക്കലാണ്. അതായത് ഓരോ മാനേജ്മെന്റ് കീഴിലോ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും തമ്മിൽ വ്യക്തമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് പ്രവർത്തിക്കേണ്ടത്. അതായത് പ്രവർത്തനവും ലക്ഷ്യവും അനുസരിച്ച് എന്ത് ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം. യുക്തിപൂർവവും പ്രവർത്തന പരിപാടികളായി മാറ്റുന്ന പ്രക്രിയയാണിത്. മാനേജ്മെന്റിന്റെ എല്ലാ ഘടകങ്ങളുടെയും സത്തയാണ് ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞത്. ശരിയായ തീരുമാനങ്ങളുടെ രൂപവൽക്കരണമാണ് ഡിസിഷൻ മേക്കിംഗ്. അല്ലേ? അഞ്ചാമത് മോട്ടിവേഷൻ ആണ്, അഭിപ്രായമാണ് വളർത്തൽ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പോ ഒരു സംഘടനയോ കുറെ വ്യക്തികൾ ഉണ്ടാകാം. ആ വ്യക്തികളുടെ ഒരു സംഘടനയുടെ കീഴിൽ കൊണ്ടുവരുമ്പോൾ ആ സംഘടനയ്ക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ ആവശ്യമായ താല്പര്യം അവരിൽ ഉണ്ടാക്കണം. അതിനനുസരിച്ചുള്ള ശ്രമം ആവശ്യമാണ്. ഇതിന് സാധ്യമാകുന്ന ഒരു പ്രക്രിയയാണ് അഭിപ്രായനം. ഈ വർക്കേഴ്സിൽ അഭിപ്രായനം വളർത്തണം. അഭിപ്രായത്തിൽ സാമ്പത്തികേതരമായിട്ടുള്ള
മോട്ടിവേഷനും നൽകാം. അല്ലേ? മാനേജ്മെന്റിന്